ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. എല്ലാവരും പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. നമ്മുടെ കമ്പനി ബോർഡ് കഴിഞ്ഞു, ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വരുന്നു. പല ബീറ്റിൻ്റെയും അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസറുടെയൊക്കെ എക്സാമിൻ്റെ ഡേറ്റുകളൊക്കെ PSC പബ്ലിഷ് ചെയ്തു. എല്ലാ പരീക്ഷകളും PSCയുടെ ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളിലും കേന്ദ്ര ബജറ്റ്, കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് 2025-26 കേന്ദ്ര ബജറ്റിൽ കുറേ അധികം പദ്ധതികൾ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തൊട്ട് മുന്നേ നടന്ന പല പരീക്ഷകളിലും അതിനകത്തുള്ള പദ്ധതികളൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കേന്ദ്ര ബജറ്റിലെ പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. അത് പല പദ്ധതികളുണ്ട്, പല മേഖലയ്ക്ക് പല പദ്ധതിയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് ഒന്ന് നോക്കാം. കേന്ദ്ര ബജറ്റുമായിട്ട് ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട ആദ്യം നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം നോക്കിയിട്ട് നമുക്ക് പദ്ധതിയിലേക്ക് പോകാം. നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെക്കുറിച്ച് വേണ്ട എല്ലാ കാര്യങ്ങളും, ബജറ്റിൽ ഉൾപ്പെട്ട കൃഷിയുടെ പദ്ധതികളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ 2025-26 ബജറ്റ് 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി ആരാ? ശ്രീമതി നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് PSC എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഇത് നമുക്ക് പ്രധാനമായി അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ബജറ്റ് ഇപ്പോൾ 2025-26 അവതരിപ്പിച്ച ബജറ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ തുടർച്ചയായി 8-ാം തവണയും ആരവതരിപ്പിച്ചു? ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഇപ്പോൾ നിർമ്മല സീതാരാമനാണ്. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, നമുക്കറിയാവുന്ന ചോദ്യങ്ങളുമാണ് അല്ലേ? ഉത്തരവും നമുക്കറിയാം. അപ്പോൾ അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബജറ്റുമായി ബന്ധപ്പെടുന്ന വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ അതിനൊരു പ്രമേയമുണ്ട്. എല്ലാ തവണയും പ്രമേയമുണ്ട്. ഈ പ്രാവശ്യത്തെ പ്രമേയം എന്താണ്? സബ്കാ വികാസ്, എല്ലാവരുടെയും വികസനം എന്നുള്ള അർത്ഥത്തിൽ സബ്കാ വികാസ് എന്ന് പറയുന്നതായിരുന്നു 2025-26 എന്ത് യൂണിയൻ ബജറ്റിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സബ്കാ വികാസ് എന്നുള്ളതാണ്. ഈ ഒരു ബജറ്റിൽ നമ്മൾ ഏതൊരു ബജറ്റ്, ഇപ്പം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ബജറ്റുകൾ അവതരിപ്പിക്കുമ്പോൾ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക കോഡ്സുകൾ പറയാറുണ്ട്, ചിലര വാക്കുകൾ പറയാറുണ്ട്. അത്തരത്തിൽ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് നിർമ്മല സീതാരാമൻ പ്രധാനമായും ഒരു കവിയുടെ വാചകവും അതുപോലെ തന്നെ ഒരു കാവ്യഭാഗവും അവതരിപ്പിച്ചിട്ടുണ്ട്. അതേതാന്ന് ചോദിച്ചാൽ അതിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ, ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്നുള്ള വാക്കുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതായത് തെലുങ്ക് കവിയും നാടകകൃത്തുമായിട്ടുള്ള ഗുർജാദ അപ്പാറാവുവിൻ്റെ വാക്കുകളാണ് ആ ഒരു പ്രസംഗത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഒരു രാജ്യം അതിൻ്റെ മണ്ണ് മാത്രമല്ല, പിന്നെയോ ഒരു രാജ്യം അതിൻ്റെ ജനങ്ങളാണ് എന്നുള്ള കോട്സ് ആര് പറഞ്ഞു? ഇത്തവണത്തെ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാകവി തിരുവള്ളൂരുടെ തിരുക്കുറലിൽ നിന്നുള്ള കുറച്ച് കാവ്യഭാഗം, തമിഴ് കാവ്യഭാഗവും ഈ പ്രാവശ്യത്തെ ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് നോക്കാം. ക്ലിയർ ആണല്ലോ? അപ്പം ഇതൊക്കെയെന്ന് പറയുന്നത് ബജറ്റുമായി ബന്ധപ്പെടുന്ന പ്രധാനപ്പെട്ട കുറച്ച് എക്സ്ട്രാ ഫാക്റ്റുകളാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ബജറ്റിലേക്ക് പോവാം. 2025-26 കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വികസനം, രാജ്യത്തിൻ്റെ വികസനത്തെ ഒരു വാഹനമായിട്ട് കൺസിഡർ ചെയ്താൽ ആ വാഹനത്തിൻ്റെ 4 എഞ്ചിനുകളായിട്ട് തിരിച്ചിട്ടുള്ളതാണ് കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഇങ്ങനെ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ യാത്രാവാഹനത്തിൻ്റെ വികസന എഞ്ചിനുകൾ 4 എന്നാണ് തിരിച്ചിട്ടുള്ളത്. കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. അപ്പോൾ ഈ പറയുന്ന വാഹനത്തിൻ്റെ എഞ്ചിൻ 4 ആണെങ്കിൽ അതിന് വേണ്ട ഇന്ധനമായിട്ട് നമ്മുടെ രാജ്യത്തെ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ ഇതിൻ്റെ വികസനത്തിൻ്റെ ഇന്ധനമായിട്ട് വരുന്നു. അതിൻ്റെ വഴികാട്ടി, അപ്പോൾ ഇന്ധനം നിറച്ചു, അതിൻ്റെ വഴികാട്ടിയായിട്ട് വരുന്നത് ഇൻക്ലൂസിവിറ്റിയാണ്, ഉൾപ്പെടുത്തലാണ്. അപ്പം ഉൾപ്പെടുത്തൽ, അതായത് നമ്മൾ പല വിഭാഗത്തിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് പുതിയ പരിഷ്കാരങ്ങൾ വരുന്നു. ആ പരിഷ്കാരങ്ങളിലൂടെ നമ്മുടെ രാജ്യം വികസിത ഭാരതമാകുന്നു എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു.
പ്രധാനമായി നോക്കുക എന്നാണ് രാജ്യത്തിന് 4 വികസന എഞ്ചിനുകൾ. അങ്ങനെയാണ് ഇത്തവണ ബജറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 4 എഞ്ചിനുകൾ, കൃഷിയുണ്ട്, MSME ഉണ്ട്, നിക്ഷേപം, കയറ്റുമതി എന്ന 4 എഞ്ചിനുകൾ. ആ എഞ്ചിനുകളുടെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്, ഇന്ധനം എന്ന് പറയുന്നത് പരിഷ്കാരങ്ങളാണ്. അതിൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് ഉൾപ്പെടുത്തൽ, ഇൻക്ലൂസിവിറ്റി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബജറ്റിൻ്റെ പ്രമേയം എന്താണ്? ബജറ്റിൻ്റെ പ്രമേയം സബ്കാ വികാസ്, എല്ലാവർക്കും വികസനം. അപ്പോൾ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നുള്ള ലക്ഷ്യം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ നോക്കുന്നത് ബജറ്റിൽ 4 എഞ്ചിനുകൾ ഉണ്ടല്ലേ? ഈ 4 എഞ്ചിനുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃഷി, MSME, നിക്ഷേപം, കയറ്റുമതി. ഇതിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് കുറേ അധികം പദ്ധതികളുണ്ട്. ഈ പദ്ധതികളൊക്കെ തന്നെ PSCയിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന ആ ഒരു ഭാഗം എത്തുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ എഞ്ചിൻ, വികസനത്തിൻ്റെ ഒന്നാം മാതൃക അല്ലെങ്കിൽ ഒന്നാമത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പദ്ധതികളാണ് ബജറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. എന്താണ്? പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതി ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ധൻ ധാന്യ? അപ്പൊ ധാന്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തൊരു പദ്ധതിയാണ്? കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന പദ്ധതിയാണ്. യൂണിയൻ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതി, ഈ പദ്ധതി കാർഷിക മേഖലയിൽ എങ്ങനെയാണ്? സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് ജില്ലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ഈ ഒരു ജില്ലകൾ തിരഞ്ഞെടുക്കുന്നത് കുറഞ്ഞ ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി കുറവായിട്ടുള്ളത്, മിതമായ വിള തീവ്രത, ശരാശരിയിലും താഴെയുള്ള വായ്പാ മാനദണ്ഡങ്ങൾ എന്നിവയുള്ള 100 ജില്ലകൾ. ഈ 100 ജില്ലകൾ എന്നുള്ളത് PSC ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയിൽ ഉൾപ്പെടുന്നത് ജില്ലകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. ഉത്തരം 100 ആണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ബജറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം 100 ജില്ലകൾ, ഇനി മറക്കരുത്, 100 ജില്ലകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ജില്ലകളുടെ വികസന പദ്ധതി അല്ലെങ്കിൽ പരിപാടിയാണ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതി. പ്രധാനമായും 100 ജില്ലകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ജില്ലകൾക്ക് പ്രത്യേകതയുണ്ട്. ഒന്നെന്തായിരിക്കണം? കുറഞ്ഞ ഉൽപാദനക്ഷമത, മിതമായ വിള തീവ്രത, അതുപോലെ തന്നെ എന്താണ്? വായ്പാ മാനദണ്ഡങ്ങൾ, ശരാശരിയിലും താഴെയുള്ള വായ്പാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്ന 100 ജില്ലകളെ സെലക്ട് ചെയ്തിട്ട് അവിടെ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പദ്ധതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം അറിയണം. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കുറേ ജില്ലകളെ അങ്ങോട്ട് എടുക്കുന്നു? 3 ഫാക്ടേഴ്സ് വെച്ചിട്ടുള്ള 100 ജില്ലകളെ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്താണ്? കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക. എന്താണ്? നമ്മളൊരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ കാർഷിക ക്ഷമതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതൊരു ലക്ഷ്യം ഈ പറയുന്ന പ്രധാനമന്ത്രി ധൻ ധാന്യ യോജനയ്ക്കുണ്ട്, കൃഷി യോജനയ്ക്കുണ്ട്. പ്രധാനമായും കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ള ജില്ലകളെയല്ലേ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉൽപാദനക്ഷമത കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ആണല്ലോ? അടുത്തത് വൈവിധ്യവൽക്കരണവും അതുപോലെ തന്നെ സുസ്ഥിര കാർഷിക രീതിയും സ്വീകരിക്കുക. വിള വൈവിധ്യം എന്താവണം? കൂട്ടണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വിള വൈവിധ്യവൽക്കരണം നടപ്പാക്കണം. അതുപോലെ തന്നെ സുസ്ഥിരമായിരിക്കണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള കാർഷിക രീതികളും സ്വീകരിക്കണം. എവിടെയാണ്? ഈ പറയുന്ന സെലക്ട് ചെയ്യുന്ന ജില്ലകളിൽ തന്നെ. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്
ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 11 യൂണിയൻ മിനിസ്ട്രി വിവിധ മന്ത്രാലയത്തിന് കീഴിലുള്ള 36 സ്കീമുകൾ സംയോജിപ്പിച്ചുകൊണ്ടാണ്, സമഗ്രമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നമുക്ക് ജില്ലാ തലത്തിലുള്ള പരിപാടിയാണ്, ജില്ലയിലെ വികസന പരിപാടിയാണ്. 100 ജില്ലകളെ സെലക്ട് ചെയ്യുകയാണ്. അപ്പം ജില്ലകളിൽ ബ്ലോക്ക് പല തലങ്ങളിലായിട്ടായിരിക്കും. അപ്പം ഇതിനൊക്കെ തന്നെ ഒന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന പ്രവർത്തന രീതി എന്തായിരിക്കും ഈ പദ്ധതിയുടെ കാര്യത്തിൽ നടപ്പാക്കും. പഞ്ചായത്ത് ബ്ലോക്ക് തലങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണം വർദ്ധിപ്പിക്കുക. അപ്പം പഞ്ചായത്ത് ലെവലിലായിക്കോട്ടെ ബ്ലോക്ക് ലെവലിലായിക്കോട്ടെ സംഭരണ ശേഷിയുടെ അളവ് എന്ത് ചെയ്യുക, കൂട്ടിക്കുക. ആദ്യം സെലക്ട് ചെയ്ത ഈ പറയുന്ന 100 ജില്ലകളിലാണ് ഇത് നടപ്പാക്കുന്നത് ആണല്ലോ. ഓക്കെ, അടുത്തത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഈ പറയുന്ന ജില്ലകളിൽ ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ ജലസേചന പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ദീർഘകാല ഹ്രസ്വകാല വായ്പകളുടെ ലഭ്യത സുഗമമാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടാണ് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 100 ജില്ലകളെ ഉൽപാദനക്ഷമത കുറഞ്ഞ മിതമായ വിള തീവ്രതയുള്ള ശരാശരിയും താഴെ വായ്പാ മാനദണ്ഡങ്ങളൊക്കെയുള്ള 100 ജില്ലകളെ സെലക്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ കാർഷിക വിളകളുടെ ഉൽപാദനക്ഷമത കൂട്ടുക, വിള വൈവിധ്യവകരണം ഉണ്ടാക്കുക, ജലസേചന പദ്ധതികൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, നടപ്പാക്കുക, വർദ്ധിപ്പിക്കുക. പഞ്ചായത്ത് ബ്ലോക്ക് തലത്തിലേക്ക് വരുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യുക, സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ കൂട്ടുക. വായ്പകൾ ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള വായ്പാ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൊടുക്കേണ്ട പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതി. ഈ ഒരു പദ്ധതി 6 വർഷ കാലയളവിലേക്കാണ് നടപ്പാക്കുന്നത്. ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 6 വർഷത്തേക്കാണ് ഈ പറയുന്ന പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി കൊണ്ട് 1.7 കോടി കർഷകരെ സഹായിക്കും എന്നുള്ള ലക്ഷ്യം കൂടി ഈ ഒരു പദ്ധതിക്കുണ്ട്. 1.7 കോടി കർഷകർക്ക് ഈ ഒരു പദ്ധതി കൊണ്ട് സഹായമുണ്ടാവും. 100 ജില്ലകളല്ലേ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 100 ജില്ലകളിലുള്ള കർഷകർക്കൊക്കെ തന്നെ ഇത് എന്ത് ചെയ്യും, കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന രീതിയിലാണ് ഈ പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ഒക്ടോബർ 11 ബജറ്റിൽ പറഞ്ഞ പദ്ധതിയാണ്. ഒക്ടോബർ 11, 2025 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതി ഓൾറെഡി നമ്മുടെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കേരളത്തിൽ 100 ജില്ലകളിൽ ഏതെങ്കിലും ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 3 ജില്ലകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന് കണ്ണൂരാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ഈ 3 ജില്ലകൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഒരു പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോഴിക്കോട്, കാസർഗോഡ്. ഓക്കെ, അപ്പോൾ ഈ 3 ജില്ലകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ഉൾപ്പെട്ടിട്ടുണ്ട്, കണ്ണൂർ ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ജില്ലകളുടെ പേര് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാലയളവ്, പദ്ധതിയുടെ പേര് ഓർത്തിരിക്കുക, പദ്ധതിയുടെ കാലയളവ് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബജറ്റിൽ ഈ പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പം നമ്മളത് പഠിക്കുമ്പോൾ ഡേറ്റ് പഠിച്ചു പോകണം. ഒക്ടോബർ 11, 2025 പ്രധാനമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 100 ജില്ലകൾ എന്നുള്ളത് ഓൾറെഡി PSC ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ചോദ്യം കഴിഞ്ഞിട്ട് വരുന്ന പുതിയ ചോദ്യം കൂടി നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ നോക്കുന്ന പ്രധാനമന്ത്രി ധൻധാന്യ എന്ത് യോജന, കൃഷി യോജന. ഒക്ടോബർ 11 വേറൊരു പദ്ധതിയും കൂടി ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ അവതരിപ്പിച്ച അതേ പദ്ധതിയാണ്. നമുക്ക് നോക്കാം അത് ഏതാണ്. പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തത. പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരത എന്ന് പറയുന്ന പദ്ധതി. അപ്പം അതിനർത്ഥം നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ അത് സ്വയം പര്യാപ്തതയാണ്. പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തതയ്ക്കായിട്ടുള്ള ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, യൂണിയൻ ബജറ്റിൽ അവതരിപ്പിച്ചു. ആ പദ്ധതിയും ഇപ്പോൾ നിലവിൽ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. എന്താണ്, പയറുവർഗ്ഗങ്ങളിലാണ്. അപ്പം ഭക്ഷ്യ എണ്ണകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി സർക്കാർ ഭക്ഷ്യ എണ്ണക്കുരുക്കൾക്കായി നടപ്പിലാക്കുന്ന ദേശീയ ദൗത്യമാണ് പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തത എന്ന രീതിയിലൊരു പദ്ധതി നടപ്പാക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഭക്ഷ്യ എണ്ണക്കുരുക്കൾക്കായിട്ട് നടപ്പിലാക്കുന്ന ദേശീയ ദൗത്യമാണ്. പയറുവർഗ്ഗങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം പര്യാപ്തത, ഭക്ഷ്യ എണ്ണകളിലൊക്കെ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ഇത്തരത്തിലൊരു ദേശീയ ദൗത്യം വന്നിട്ടുള്ളത്. പ്രധാനമായും 3 പയറുവർഗ്ഗങ്ങളിൽ പെടുന്ന 3 എണ്ണമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പദ്ധതിയിൽ, അതായത് നിലവിൽ ബജറ്റിൽ അവതരിപ്പിച്ചപ്പോൾ ഉള്ള പദ്ധതിയിൽ തുവര, ഉഴുന്ന്, മസൂർ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതും 6 വർഷത്തെ ദൗത്യമാണ് കേട്ടോ. 6 വർഷത്തെ ദൗത്യമാണ്. 3 പയർവർഗ്ഗങ്ങളാണ് ഈ പറയുന്ന പദ്ധതിയിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് തുവര, മറ്റൊന്ന് ഉഴുന്ന്, മറ്റൊന്ന് എന്താണ്, മസൂറാണ്. മൈസൂർ പരിപ്പ് എന്ന് പറയും. ഇപ്പം മസൂർ
ഈ 3 പയറുവർഗ്ഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു 6 വർഷത്തെ ദൗത്യമാണ്. 6 വർഷം കൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന 3 ഇനങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, കൂടുതൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, സംഭരണം കൂട്ടുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഈ പറയുന്ന 3 പയർവർഗ്ഗങ്ങളെ ആദ്യം ഒരു അടുത്ത 4 വർഷത്തേക്ക് എന്ത് ചെയ്യുക, കർഷകർക്ക് വാഗ്ദാനം പറയുന്ന രീതി, കർഷകർ പറയുന്ന അളവിൽ ഏജൻസികളൊക്കെ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ കളക്ട് ചെയ്യും. അതായത് നാഫെഡ് അതുപോലെ തന്നെ NCCF ഒക്കെ ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളൊക്കെ 4 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സംഭരിച്ചു വെക്കും. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഈ പദ്ധതിയിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും നടപ്പാക്കുന്നത്. ഓക്കെ, ഈ ഒരു പദ്ധതിയിൽ പയറുവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തത നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ പയറുവർഗ്ഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്, അതുപോലെ തന്നെ എത്ര വർഷത്തെ ദൗത്യമാണ് എന്നുള്ളതാണ്. ഈ പദ്ധതിയും 2025 ഒക്ടോബർ 11 പയറുവർഗ്ഗങ്ങളിലെ ആത്മനിർഭരത ദൗത്യത്തിന് ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കി വെച്ചിരിക്കുക. 2025 ഒക്ടോബർ 11 ബജറ്റിൽ പറഞ്ഞ 2 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന, മറ്റൊന്ന് പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളെ ആത്മനിർഭരത എന്ന് പറയുന്ന പദ്ധതി ആണല്ലോ. ഈ ഒരു ദൗത്യത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഏതൊക്കെയായിരുന്നു? തുവരയുണ്ട്, അതുപോലെ തന്നെ ഉഴുന്നുണ്ട്, മസൂർ. ഈ പറയുന്ന 3 പയറുവർഗ്ഗങ്ങൾ ഭക്ഷ്യ എണ്ണകളിലെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഗ്രാമീണ സമൃദ്ധിയും പുനരുജ്ജീവന ശേഷിയും കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. ഗ്രാമീണ സമൃദ്ധിയും അതുപോലെ തന്നെ പുനരുജ്ജീവന ശേഷിയും കെട്ടിപ്പടുക്കുക. നമ്മുടെ കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി വന്നിട്ടുള്ളത്. അപ്പോൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ തൊഴിൽ വൈദഗ്ധ്യം വേണം അല്ലേ. തൊഴിലുള്ള ഒരു വൈദഗ്ധ്യം, നിക്ഷേപം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്നിവയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഒരു ബഹുമേഖലാ പദ്ധതിയാണ് ഗ്രാമീണ സമൃദ്ധിക്കായിട്ടും പുനരുജ്ജീവന ശേഷിക്കുമായി കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതിയും സംസ്ഥാന ധൻധാന്യ കൃഷി യോജന എന്ന് പറയുന്ന പദ്ധതിയും അതുപോലെ തന്നെ ഈ പറയുന്ന കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതിയും സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതൊരു ബഹുമേഖലാ പദ്ധതിയാണ്. വിവിധ മേഖലകൾ, അതായത് തൊഴിൽ വൈദഗ്ധ്യം വേണം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, നിക്ഷേപം, അതുപോലെ തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ, ഇതിനെയൊക്കെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ച പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി. ഇത് ലക്ഷ്യം വെക്കുന്നത് ആരെയൊക്കെയാണ്? ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ആരെയും മുന്നിൽ കണ്ടിട്ടാണെന്നറിയണം. ഒന്ന് ഗ്രാമീണ സ്ത്രീകൾ, ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. ചെറിയ യുവ കർഷകർ, പുതിയതായി വരുന്ന യുവ കർഷകർ, ഗ്രാമീണ യുവാക്കളെ ലക്ഷ്യം വെക്കുന്നു. ചെറുകിട കർഷകരുണ്ടല്ലോ, ചെറുകിട വ്യവസായങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന നാമമാത്ര ചെറുകിട കർഷകരെ, അതുപോലെ തന്നെ ഭൂരഹിത കുടുംബങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെയും ഈ ഒരു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 100 വികസ്വര ജില്ലകൾ, കാർഷിക ജില്ലകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇത് സംസ്ഥാനങ്ങളുമായി കൂടിച്ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലും 100 ജില്ലകളെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യഘട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തൊഴിലില്ലായ്മയുടെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് തൊഴിൽ വൈദഗ്ധ്യം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യ, നിക്ഷേപങ്ങളുടെ ശക്തിപ്പെടുത്തുക, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പ്രധാനമായും ഗ്രാമീണ സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. പിന്നെ ആരെ ലക്ഷ്യം വെക്കുന്നുണ്ട്? യുവ കർഷകരെ, ഗ്രാമീണ യുവാക്കളെ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ തന്നെ നാമമാത്ര ചെറുകിട കർഷകർ, അതുപോലെ മറ്റൊരു വിഭാഗമാണ് ഭൂരഹിത കുടുംബങ്ങൾ. ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയും 100 ജില്ലകൾ എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് 100 ജില്ലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് മറ്റൊരു പദ്ധതി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 3 പ്രധാനമായും പറഞ്ഞിട്ടുള്ള 3 പദ്ധതികൾ നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞു. അടുത്തത് നമ്മൾ നോക്കുന്നത് പരുത്തിയുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. പരുത്തിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പരുത്തിയുടെ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പാദനക്ഷമതയ്ക്കുള്ള ദൗത്യവും ഈ ഒരു ബജറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, കോട്ടൺ വ്യവസായവുമായി ബന്ധപ്പെട്ട്
പരുത്തി കൃഷിയുടെ ഉൽപാദനക്ഷമതയിലും സുസ്ഥിരതയിലും ഗണ്യമായ പുരോഗതി കൈവരിക്കുകയും അധികകാലം നീണ്ടു നിൽക്കുന്ന പ്രധാന പരുത്തി ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഈ പറയുന്ന പദ്ധതി. അപ്പം ഒന്നുമില്ല, പരുത്തി കൃഷിക്ക് എന്ത് ചെയ്യുക, ഉൽപാദനക്ഷമത വർദ്ധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ സുസ്ഥിരമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവണം. അപ്പം നമ്മുടെ മേഖലകളിൽ ഈ പറയുന്ന പരുത്തി കൃഷിയുടെ മേഖലയിലൊക്കെ സുസ്ഥിരമായിട്ടുള്ള പുരോഗതി കൈവരിക്കണം. അതുപോലെ തന്നെ കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള എന്തുണ്ടാവണം, പരുത്തി ഇനങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരുത്തി ഉൽപാദനക്ഷമതയ്ക്ക് വേണ്ടി ഒരു ദൗത്യം ആരംഭിച്ചിട്ടുള്ളത്. 5 വർഷ കാലയളവിലാണ് കേട്ടോ. 5 വർഷത്തെ കാലയളവിലേക്കാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് പരുത്തിയുടെ കൃഷി മേഖലയിൽ കൂടുതൽ പുരോഗതി കൈവരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മികച്ച ശാസ്ത്ര സാങ്കേതിക പിന്തുണ നൽകുക മാത്രമല്ല, നമ്മുടെ തുണിത്തര മേഖലയിൽ നടപ്പാക്കിയ ഒരു ഫോർമുലയാണ് 5F ഫോർമുല. അപ്പോൾ അങ്ങനെ 5F കാഴ്ചപ്പാടുമായി യോജിച്ചുകൊണ്ട് നടത്തുന്ന കർഷകർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള തുണിത്തര മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ഗുണനിലവാരമുള്ള പരുത്തിയുടെ സുസ്ഥിര വിതരണം ഉറപ്പാക്കുക. അപ്പം കാർഷിക മേഖല, പരുത്തി കർഷകരുടെ മേഖല അല്ലെങ്കിൽ പരുത്തിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഗുണനിലവാരം, തുണിത്തര മേഖലയെ തുണിത്തരത്തിലാണ് നമ്മൾ കൂടുതൽ പരുത്തി കൃഷി വരുന്നത്. അപ്പം തുണിത്തര മേഖല എന്ത് ചെയ്യുക, ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഗുണനിലവാരമുള്ള പരുത്തിയുടെ സുസ്ഥിരമായിട്ടുള്ള വിതരണവും നടപ്പാക്കണം. അങ്ങനെ നടപ്പാക്കിയ 5F ഫോർമുലയെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പദ്ധതി. 5F ആണ്. 5F എന്ന് പറയുമ്പോൾ 5F ഉണ്ട്. ഒന്ന് ഫാമാണ്, ഫാമിൽ നിന്ന് ഫൈബറിലേക്ക്, ഫൈബറിൽ നിന്ന് ഫാക്ടറിയിലേക്ക്, ഫാക്ടറിയിൽ നിന്ന് ഫാഷനിലേക്ക്, ഫാഷനിൽ നിന്ന് ഫോറിൻ. അങ്ങനെയാണ് ഈ പറയുന്ന 5F ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുല വരുന്നത് കേട്ടോ. അപ്പം ഫാമിൽ നിന്ന് ഫൈബറിലേക്ക്, ഫൈബറിൽ നിന്ന് ഫാക്ടറിയിലേക്ക്, ഫാക്ടറിയിൽ നിന്ന് ഫാഷനിലേക്ക്, ഫാഷനിൽ നിന്ന് ഫോറിനിലേക്ക് അല്ലേ. അപ്പം ഉൽപ്പാദനം വരുന്നു, ഫൈബർ ഉൽപ്പാദിപ്പിക്കുന്നു, പിന്നെ അതിൻ്റെ ഗുണനിലവാരമുള്ള തുണിത്തരങ്ങൾ വരുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ രീതിയിൽ വ്യവസായത്തിന് വിടുന്നു. ഇപ്പം എന്താണ്, നമ്മൾ പുതിയൊരു വസ്ത്രങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു, നമ്മൾ വിൽക്കാനായിട്ട് തുണിത്തരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നു. അത് വികസിപ്പിച്ച് വിതരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല കയറ്റുമതിയിലും ഈ പറയുന്ന വിതരണം ഉണ്ടാവണം. അങ്ങനെ ഫോറിനിലേക്ക് ഈ പറയുന്ന തുണിത്തരങ്ങൾ വിൽക്കപ്പെടുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ 5F ഫോർമുല വരുന്നത്. അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. ആ പറയുന്ന 5F ഫോർമുലയും കൂടി സംയോജിപ്പിച്ചിട്ടുണ്ട്. അത്തരമുള്ളൊരു പദ്ധതി കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന പരുത്തിയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ളൊരു ദൗത്യം എന്ത് ചെയ്തിട്ടുള്ളത്, യൂണിയൻ ബജറ്റിൽ ധനമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം കാലാവധിയിലാണ് പരുത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉൽപാദനക്ഷമതയ്ക്കായിട്ടുള്ള ദൗത്യം നടപ്പാക്കിയിട്ടുള്ളത്. അപ്പം ഇനി ഇത്രയും പദ്ധതികളെന്ന് പറയുന്നത് വിശദമായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ്. ഇതുമായി ബന്ധപ്പെടുന്ന പദ്ധതികൾ കുറേ അധികം പറഞ്ഞിട്ടുണ്ട്. അതിൽ ബാക്കിയുള്ള പദ്ധതികൾ നമുക്കിനി നോക്കാം. ഇനി വരുന്ന പദ്ധതി എന്ന് പറയുന്നത് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും വേണ്ടിയുള്ള സമഗ്ര പരിപാടി. കാർഷിക മേഖലയാണ്. ഇനി പയറായി, അതുപോലെ തന്നെ പരുത്തിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പച്ചക്കറിക്കും പഴങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഈ പദ്ധതിയും സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് തന്നെയാണ് നടപ്പാക്കുന്നത്. കർഷകർക്ക് ഉൽപാദനം, കാര്യക്ഷമത സംസ്കരണം, പ്രതിഫലദായക വിതരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സമഗ്ര പരിപാടി അല്ലെങ്കിൽ സമഗ്ര പദ്ധതി. ഇപ്പോൾ പച്ചക്കറിയുടെ ഉൽപാദനക്ഷമത, പച്ചക്കറിയുടെയും പഴങ്ങളുടെയും ഒക്കെ ഉൽപാദനവും ഗണ്യമായി വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കാര്യക്ഷമമായ രീതിയിലുള്ള വില വിതരണം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആ മേഖലയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തൊരു പദ്ധതി എന്ന് പറയുന്നത് വിളവ് നൽകുന്ന, അതായത് ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്ക് ഉള്ള ദേശീയ ദൗത്യം. അപ്പം വിളവ് കൂടുതലായിട്ടുള്ള വിത്തുകൾക്ക് വേണ്ടിയിട്ട് ദേശീയ ദൗത്യം ഈ പറയുന്ന ബജറ്റിൽ അവതരിപ്പിച്ചു, നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അത് ഗവേഷണ ആവാസ വ്യവസ്ഥ ശക്തിപ്പെടുത്തുക. അപ്പം അല്ലെങ്കിൽ ഉയർന്ന വിളവുള്ള വിത്തുകരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിസർച്ചുകൾ നടക്കണം. പുതിയ വിത്തനങ്ങൾ, ഗുണനിലവാരമുള്ള വിത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ എന്തുണ്ടാവണം, അവിടെ ഗവേഷണം നടത്തണം. അപ്പം അത്തരത്തിൽ ഗവേഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകളുടെ വികസനവും പ്രചാരണവും
വിളനാശിനികളായ അല്ലെങ്കിൽ കീടങ്ങളെയും കാലാവസ്ഥാ പ്രതിസന്ധികളെയും പ്രതിരോധിക്കൽ. ഇതും ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾ ഒന്നുകിൽ ഉൽപ്പാദിപ്പിക്കണം, അതിനെ പ്രചരിപ്പിക്കണം. അങ്ങനെ അതെന്താണ്, അതുപോലെ തന്നെ വിളനാശിനികളെയും കീടനാശിനികൾ കാലാവസ്ഥ പ്രതിസന്ധികളെ ഒക്കെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പുതിയ വിത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ്. 2024 ജൂലൈ മുതൽ പുറത്തിറക്കിയ 100-ലധികം വിത്തിനങ്ങളുടെ വാണിജ്യ ലഭ്യത എന്നിവയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. അപ്പം ഈ പറയുന്ന കൂടുതൽ വിള നിലവാരം കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന വിളവ് നൽകുന്ന വിത്തനങ്ങൾ, ഇപ്പം ഒരു 100 വിത്തനങ്ങളുണ്ട്, കൂടുതൽ ഉൽപ്പാദനം വരുന്ന 100 വിത്തനങ്ങളുണ്ട്, ഗുണനിലവാരം കൂടിയ 100-ലധികം വിത്തനങ്ങളുണ്ട്. ഈ ഒരു വിത്തനങ്ങളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വാണിജ്യ ലഭ്യത, ഈ പറയുന്ന വിത്തിനങ്ങൾ 100 വിത്തനങ്ങളുടെ വാണിജ്യ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് കേട്ടോ. അപ്പം ഇത് 2024 ജൂലൈ മുതൽ പുറത്തിറക്കിയ പുതിയ വിത്തനങ്ങളെ വെച്ചിട്ടാണ് പരീക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഉയർന്ന വിളവ് നൽകുന്ന വിത്തനങ്ങൾക്കായിട്ടുള്ള പദ്ധതി അല്ലെങ്കിൽ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ കാർഷിക മേഖലയിലെ പുതിയ പുതിയ വിത്തനങ്ങൾ ഉണ്ടാകുക, നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം. ഓക്കെ ആണല്ലോ. ഓക്കെ, അത് ദേശീയ തലത്തിൽ നടത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മഖാനെ ബോർഡുമായി ബന്ധപ്പെട്ട്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മഖാനയുടെ പ്രൊഡക്ഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിൽ മഖാനയുടെ ഉൽപ്പാദനം, സംസ്കരണം, മൂല്യവർദ്ധന, വിപണനം എന്നിവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബീഹാറിൽ എന്ത് ചെയ്യാണ്, മഖാനെ ബോർഡ് സ്ഥാപിക്കുന്നു. അപ്പോൾ അത് ഒന്ന് നോക്കി വെച്ചിരിക്കണം. എവിടെയാണ് ഈ പറയുന്ന ബജറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ള മഖാനെ ബോർഡ് സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ബീഹാറിന് പകരം വേറെ ഏതെങ്കിലും സ്ഥലം തന്നിട്ട് നമ്മളോട് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനും PSCക്ക് ചോദിക്കാം. അപ്പോൾ അത് നോക്കുക, മഖാനെ ബോർഡ് സ്ഥാപിക്കുന്നത് എവിടെയാണ്, ബീഹാറിലാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മറ്റൊന്ന്, ഈ പദ്ധതിയിൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചുള്ള കാര്യമാണ്. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, KCC, കിസാൻ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ വഴി വായ്പകൾ, കർഷകർക്ക് കൂടുതൽ വായ്പകൾ ലഭ്യമാകുന്നു. ആ വായ്പാ പരിധിയിൽ മാറ്റം വന്നു. യൂണിയൻ ബജറ്റ് 2025-26 പറഞ്ഞിരിക്കുന്ന പ്രകാരം KCCയുടെ വായ്പാ പരിധിയിൽ മാറ്റം വരുത്തി. 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലേക്ക് ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ലക്ഷമായിരുന്ന വായ്പാ പരിധി നിലവിൽ ഇനി 5 ലക്ഷം എന്ന് പറയുന്ന വായ്പാ പരിധിയിലേക്ക് എത്തും. അതുകൊണ്ട് 7.7 കോടി കർഷകർക്കാണ് ഗുണമുണ്ടാവുന്നത്. മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് എന്നിവർക്ക് എന്ത് ചെയ്യും, ഹ്രസ്വകാല വായ്പകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 7.7 കോടി വരുന്ന കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കൊക്കെ തന്നെ എന്ത് ചെയ്യാണ്, ഹ്രസ്വകാലത്തിൽ വായ്പകൾ ലഭ്യമാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. വായ്പാ പരിധി ഉയർത്തി, 3 ലക്ഷത്തിൽ നിന്ന് എന്തിലേക്ക് ഉയർത്തി, 5 ലക്ഷം എന്ന് പറയുന്ന വായ്പാ പരിധിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. മഖാനെ ബോർഡ് കഴിഞ്ഞു. മറ്റൊന്ന്, യൂറിയയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ യൂറിയയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക. യൂറിയയുടെ ഉൽപ്പാദനം സ്വയം പര്യാപ്തത ഉണ്ടാക്കുക, അതുപോലെ തന്നെ വിതരണം കൂട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കിഴക്കൻ മേഖലയിൽ 3 യൂറിയ പ്ലാന്റുകൾ അടഞ്ഞു കിടന്നതൊക്കെ തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആസമിലെ നാംരൂപിൽ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ആസമിലെ നാംരൂപിൽ 12.7 ലക്ഷം മെട്രിക് ടൺ വാർഷിക ശേഷിയുള്ളൊരു പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആസമിലെ നാംപൂരിൽ 12.7 ലക്ഷം മെട്രിക് ടൺ, അത് നിങ്ങൾ നോക്കണ്ട, ഇതെന്തായാലും നിങ്ങൾ നോക്കണം. ആസമിലെ നാംപൂരിലാണ് എന്ത് വരുന്നത്, യൂറിയ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് ഈ പറയുന്ന യൂണിയൻ ബജറ്റിൽ ആര് പറഞ്ഞിട്ടുണ്ട്, ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ യൂറിയ പ്ലാന്റ് വരുന്നു, മഖാനെ ബോർഡ് വരുന്നു, കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട വായ്പാ പരിധിയിൽ വ്യത്യാസം വരുന്നുണ്ട്. മറ്റൊന്ന് മത്സ്യബന്ധനമാണ്. അപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. മത്സ്യബന്ധനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മത്സ്യകൃഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, 2ാം സ്ഥാനമാണ്. മത്സ്യ ഉൽപാദനത്തിൽ അതുപോലെ തന്നെ മത്സ്യ കൃഷിയിലൊക്കെ ആഗോളതലത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. 60,000 കോടി രൂപയുടെ മത്സ്യവിഭവനങ്ങളുടെ കയറ്റുമതിയൊക്കെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന മേഖലയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഡമാൻ നിക്കോബാർ അതുപോലെ ലക്ഷദ്വീപിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിന്നും സ്വതന്ത്ര സമുദ്ര മേഖലയിൽ നിന്നുള്ള മത്സ്യബന്ധനത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗം പ്രാപ്തമാക്കുന്നതിനുള്ള
ചട്ടക്കൂട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രധാനമായിട്ടും ആൻഡമാനിലും ലക്ഷദ്വീപിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതൊരു സ്പെഷ്യൽ സാമ്പത്തിക മേഖലയായിട്ട് നിന്ന് സ്വതന്ത്ര സമുദ്ര മേഖലയിൽ നിന്നുള്ള സുസ്ഥിരമായ ഒരു ഉപയോഗം നടത്തും. മത്സ്യമേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള മത്സ്യബന്ധനത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗം പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഈ പറയുന്ന ബഡ്ജറ്റിൽ മത്സ്യബന്ധനവുമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിൽ നോക്കുക, ലക്ഷദ്വീപ്, ആൻഡമാൻ ദ്വീപുകളിലാണ് ഇത്തരത്തിലൊരു മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ നടപ്പാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ്. ഇനി നമുക്ക് ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ട് അവർക്ക് കുറച്ചും കൂടി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുന്നതിന് ഇന്ത്യ പോസ്റ്റിന്റെ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാവുമെന്ന് നമ്മുടെ ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകർന്നുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ പോസ്റ്റ് മാത്രമല്ല, ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ ഡാക്ക് സേവകരുടെ ഒക്കെ വിശാലമായിട്ടൊരു ശൃംഖല എന്ത് ചെയ്യുന്നുണ്ട്, നടപ്പാക്കും. വിശാലമായൊരു ശൃംഖല രൂപീകരിച്ചിട്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജകമായി പ്രവർത്തിക്കുന്നതായിട്ട് അതൊരു പുനഃസ്ഥാപിക്കും എന്നാര് പറഞ്ഞു? ധനമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കാർഷിക മേഖലയിൽ അവർക്ക് കുറച്ചും കൂടി കർഷകർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള സഹായമാകുന്നൊരു പദ്ധതിയായിട്ടാണ് നടപ്പാക്കുന്നത്. ഇന്ത്യ പോസ്റ്റ്, അതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ ഡാക്ക് സേവകരുടെ ഒരു ശൃംഖല രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പൊതു ചരക്കു നീക്ക സ്ഥാപനമായി രൂപാന്തരപ്പെടും. ഇന്ത്യ പോസ്റ്റ് അങ്ങനെ ഒരു പൊതു ചരക്ക് നീക്ക സ്ഥാപനമായി രൂപപ്പെടുത്തിക്കൊണ്ട് വിശ്വകർമ്മ, പുതിയ സംരംഭകർ, സ്ത്രീകൾ, അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾ, അതുപോലെ തന്നെ MSMEകൾ, വൻകിട വ്യവസായ സംഘടനകൾ എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത്തരത്തിൽ ഇന്ത്യ പോസ്റ്റിന്റെ ചരക്ക് സേവന പ്രവൃത്തി കൊണ്ട് കഴിയുമെന്നാണ് നമ്മുടെ ഒരു ബജറ്റിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്, അതുപോലെ തന്നെ ഡാക്ക് സേവകരുടെ ശൃംഖല രൂപീകരിച്ചുകൊണ്ട് ചരക്ക് സേവന രംഗത്തേക്ക് എന്ത് ചെയ്യുക, കർഷകർക്ക് കുറച്ചുകൂടെ സഹായവുമാകുന്ന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ എഞ്ചിനായിട്ട് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? കൃഷിയായിരുന്നു അല്ലേ? ബജറ്റിൽ 4 എഞ്ചിനുണ്ടായ രാജ്യത്തിന്റെ വികസനത്തിന്. അതിലൊന്നെന്താണ്? നമ്മുടെ കൃഷിയാണ്. 2 MSME, 3 നിക്ഷേപം, കയറ്റുമതി, ഇങ്ങനെ 4 പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എഞ്ചിനായ കൃഷി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് പല പദ്ധതികൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. പ്രധാനമായും ഇതിനകത്ത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് PM പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ചോദിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ധൻധാന്യ ഓൾറെഡി നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ജില്ലകളാണ്, 100 ജില്ലകൾ എന്നുള്ളത് ചോദിച്ചു. അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളിലെ സ്വയം പര്യാപ്തതയുമായി ബന്ധപ്പെട്ട്, പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മക്കാനെ ബോർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മക്കാനെ ബോർഡ് എവിടെ സ്ഥാപിക്കുന്നു, യൂറിയ പ്ലാന്റ്, ആസമിലെ നാംപൂരിൽ യൂറിയ പ്ലാന്റ് നിലവിൽ വരാൻ പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ PSCക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പദ്ധതികളൊക്കെ, ഇപ്പം വളരെ കുറച്ച് പദ്ധതികളേ ഉള്ളൂ നമുക്ക് കൃഷിയിൽ പഠിക്കാൻ. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ടോ ആ ബജറ്റിൽ പറഞ്ഞ എല്ലാ പദ്ധതികളും അതുമായിട്ട് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ഇത്രയുമാണ്. ഇനി നമുക്ക് MSMEയുമായിട്ട് ബന്ധപ്പെടുന്ന, നിക്ഷേപവുമായി ബന്ധപ്പെടുന്ന കുറേയധികം പദ്ധതികളുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.